പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 25 നമ്മുടെ പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയും 2ാമത്തെ ദിവസം. ആമേൻ. സ്തോത്രം. ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായത്. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ആരംഭ ദിവസത്തെ അനുഗ്രഹമാക്കി തീർത്തില്ലേ? എല്ലാത്തിനെയും ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചു. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് രാത്രിയിൽ നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അപ്പാ, ഈ പ്രഭാതം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ആമേൻ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ നിത്യസ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് എത്ര നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു 32-ാം സങ്കീർത്തനത്തിൽ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ 11-ാമത്തെ വാക്യം, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ച് ആനന്ദിപ്പീൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പസമയം കണ്ണുകളുടെ ചാട്ടെ. നമുക്കൊരുമിച്ച് ഈ 2ാമത്തെ ഉപവാസത്തിൻ്റെ 2ാമത്തെ ദിവസം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും അങ്ങനെ അസാധാരണ കൃപകൾ വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെ മേലും അങ്ങനെ അസാധാരണ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. എല്ലാവരും ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരട്ടെ. ഞാനിവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ നന്മകൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ കർത്താവെ, ഇവർ ആത്മീകമായി വലിയ പക്വതയിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവിന് നിറവുണ്ടാകുന്നതിനായി സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദിവസങ്ങളായി ചുമയും കഫത്തിൻ്റെ അസ്വസ്ഥതയാലും ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ആമേൻ. കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബാക്ക് പെയിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കാലിൻ്റെ വെള്ളയ്ക്ക് തൊലി കീറി മുറിഞ്ഞ് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പല്ലിൻ്റെ വേദനയാൽ ഭാരപ്പെടുന്നവർ നസ്രയനായ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികൾ തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോട്ടെ. ഫാമിലി ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ആത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മശക്തി പ്രാപിക്കട്ടെ. ഇവരെല്ലാവരും കർത്താവിൻ്റെ ഹിതപ്രകാരം ആത്മശക്തിയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. സകല മഹത്വം അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഇന്ന് നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മഹിമ എല്ലായിടത്തും വെളിപ്പെടുന്നതിനായി സ്തോത്രം. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ കൊണ്ട് കർത്താവ് നിങ്ങളെല്ലാവരും നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് പകൽക്കാലം കഴിവതും പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും നിങ്ങൾ സമയം വേർതിരിക്കുക.
ആമേൻ. നമ്മൾ ആഗ്രഹിച്ചാൽ നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു ആഗ്രഹം കൊണ്ടുവരിക. കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് ഒരു തീരുമാനം എടുക്കണം. ഇന്ന് കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സമയത്തെ മാറ്റി വെക്കണം. 1. 2, വൈകിട്ടത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യല്ലേ. ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ഇന്നലെ വളരെ അനുഗ്രഹമായിരുന്നു. ആമേൻ. അപ്പോൾ ഇന്ന് അതിലും വലിയ അനുഗ്രഹമായിരിക്കും. തേജസ് വർദ്ധിച്ചു വരും. അതുകൊണ്ട് മീറ്റിംഗ് മിസ് ചെയ്യാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് യോഹന്നാൻ്റെ ലേഖനം 3 യോഹന്നാൻ അതിൻ്റെ 2-ാമത്തെ വാക്യം. പ്രിയരെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ യഥാസ്ഥാപനത്തിൻ്റെ ദിവസങ്ങളെന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇന്നലെ 1-ാം ദിവസമായിരുന്നു. ഇന്നലെ കർത്താവ് നമ്മളെ ഓർപ്പിച്ചത് എല്ലാത്തിലും ഉപരിയായി ആദ്യം നമ്മൾ യഥാസ്ഥാനപ്പെടേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മീക മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ആമേൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ യോഹന്നാൻ പ്രാർത്ഥിക്കുക, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ. അതായത് നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയിത്തീരണം. നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റായിരിക്കും. ആമേൻ. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ദിവസങ്ങളിൽ ആരംഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് പലതരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും. പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടേണ്ടതായിട്ടുണ്ടാകാം. ഒരു പക്ഷേ ആരോഗ്യപരമായ വിഷയമാകാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലായ വിഷയങ്ങളാകാം. അങ്ങനെ പല വിധത്തിലുള്ള യഥാസ്ഥാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടാകാം. എന്നാൽ ഏറ്റവും ഉപരിയായി യഥാസ്ഥാനപ്പെടേണ്ടത് ആത്മീക ജീവിതത്തിൽ നമുക്കൊരു യഥാസ്ഥാപനം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ആമേൻ. എല്ലാത്തിനേക്കാൾ ഉപരിയായി അപ്പോൾ നമ്മുടെ ആത്മാവ് യഥാസ്ഥാനപ്പെട്ടെങ്കിൽ മാത്രമേ ആമേൻ നമുക്ക് ജയകരമായി മുന്നേറുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോവുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനപ്പെടും. നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 31-ാം അധ്യായത്തിൽ യെഹെസ്ക്യാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അവൻ ദൈവാലയത്തിലെ ശുശ്രൂഷ സംബന്ധിച്ചും ന്യായപ്രമാണവും കൽപ്പനയും സംബന്ധിച്ചും തൻ്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ആരംഭിച്ച സകല പ്രവൃത്തിയിലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിച്ച് കൃതാർത്ഥരായി തീർന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ചു, അതായത് ദൈവഹിതപ്രകാരം തൻ്റെ ജീവിതം ക്രമീകരിച്ചപ്പോൾ 2 ദിനവൃത്താന്തം 31-ന്റെ 21-ാമത്തെ വാക്യം വായിച്ചു. ആമേൻ. യെഹെസ്ക്യാവിൻ്റെ ജീവിതം എല്ലാ നിലയിലും അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഉസിയ രാജാവിനെ കുറിച്ച് പറയുന്നു. അവൻ ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സക്രിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം യഹോവ അവന് അഭിവൃദ്ധി നൽകി. കർത്താവ് അവൻ എന്ത് ചെയ്തു? അഭിവൃദ്ധി നൽകി. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച് അല്ലെങ്കിൽ ദൈവഹിതപ്രകാരം ജീവിതം ക്രമീകരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവിതം യഥാസ്ഥാനപ്പെടുവാനിടവരും. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സ്പിരിച്വൽ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്പിരിച്വൽ ലൈഫ് സെറ്റിൽഡ് ആയാൽ ബാക്കി എല്ലാം സെറ്റിൽഡ് ആകും. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആമേൻ ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ ഒരുക്കമുള്ളവരായി ജീവിക്കുക, പ്രാർത്ഥനയിൽ മുന്നേറുക, ദൈവവചന ധ്യാനത്തിൽ മുന്നേറുക, ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുക, കർത്താവിൻ്റെ വേലയിൽ മുന്നേറി വരിക. ഇതൊക്കെയാണ് നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് ചെയ്യാനുള്ള എളുപ്പവഴികൾ. അപ്പം രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ഏലിയാവ് ആ വലിയൊരു ശുശ്രൂഷയ്ക്ക് മുമ്പായി ഇടിഞ്ഞു കിടന്ന യാഗപീഠം പണിത് കിടന്നു. അപ്പം ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിൽ ഇടിഞ്ഞു കിടക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ യാഗപീഠം, ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ പണിതെടുത്താൽ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നേറാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ രാത്രിയുടെ യാമങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ആമേൻ. ആരാധനകൾ മുടക്കാതെ ദൈവത്തോട് അടുത്ത് നടന്നു. എന്നാൽ ഇപ്പോൾ ദൈവിക സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഒക്കെ വന്നപ്പോൾ നമുക്ക് ചെറിയ പിന്മാറ്റങ്ങൾ വന്നു. നമ്മൾ അറിയുന്നില്ല. നമ്മൾ പറയുന്നത് തിരക്ക് കാരണമാണ്, ജോലി തിരക്ക് കാരണമാണ്, കുടുംബത്തിലെ തിരക്ക് കാരണമാണ്, അല്ലെങ്കിൽ ഭയങ്കര ബിസിയാണ്, ദൈവം തുറന്ന വാതിലുകൾ നമുക്ക് ഭയങ്കര ബിസിയായി മാറിയിരിക്കുക. അങ്ങനെ ആകരുത്. ദൈവത്തോട് അടുത്ത് നിൽക്കുക, അവനോട് അടുത്ത് വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അതുകൊണ്ട് സ്പിരിച്വൽ റിസ്റ്റോറേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോയോ? ആരാധന കുറഞ്ഞു പോയോ? ദൈവവചന ധ്യാനം കുറഞ്ഞു പോയോ? പണ്ടത്തെ പോലെ അല്ല. ഞാനിപ്പം ചെറിയ കോംപ്രമൈസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പണ്ടൊരു ചെറിയ കള്ളം പറയുമ്പോൾ മനസ്സിനൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. പണ്ട് ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറിപ്പോയി. ആമേൻ. എല്ലാം കോമൺ ആയിക്കൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ നിന്ന് മടങ്ങി വന്ന് ഒരു ആത്മീക നവോത്ഥാനം, ഒരു റീസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ
നമുക്ക് മാറ്റമുണ്ട്. പണ്ട് ആരോടെങ്കിലും പിണങ്ങിയിരിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പ്രയാസമോ, അപ്പോൾ അവരോട് നിരപ്പ് പ്രാപിച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. ഇപ്പം പിണങ്ങിയിരുന്നാലൊന്നും വിഷയമല്ല, നമ്മളങ്ങ് പ്രാർത്ഥിക്കുക. അതുകൊണ്ടോ അതൊക്കെ എന്ന് പറയുന്നത് ആമേൻ ആത്മീകമായിട്ട് നമ്മൾ പുറകോട്ട് പോയതിൻ്റെ ലക്ഷണമാണ്. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി വന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നിലവിളിക്കാം. കർത്താവേ, എന്നെ ആത്മീകമായി ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാണ്ട്, കർത്താവേ, എന്നെ ആത്മീകമായി ഒന്നുകൂടെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എൻ്റെ ജീവിതം ഒന്നുകൂടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരാത്മീക യഥാസ്ഥാപനം, റീസ്റ്റോറേഷൻ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ഈ ദിവസങ്ങൾ ആത്മീകമായി ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വലിയ ആത്മീക നിറവിനാൽ തൻ്റെ കുഞ്ഞുങ്ങൾ നിറയുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.